അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ അക്യുപഞ്ചർ അക്കാദമി 14th ബാച്ചിലെ സ്റ്റുഡൻസ് നമ്മുടെ മുക്കത്ത് മൊത്തം 7 സെന്ററുകളുള്ള അക്യുപഞ്ചർ അക്കാദമിയുടെ മുക്കം സെന്ററിന്റെ 3rd ബാച്ച് സ്റ്റുഡൻസ് ആണ്. അതിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ ആദരണീയ ഗുരുനാഥൻ ഷുഹൈബ് സാർ, അദ്ദേഹം അക്യുപഞ്ചർ അക്കാദമിയുടെ ഡയറക്ടറാണ്. ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ അതുപോലെ നമ്മുടെ അക്യുപഞ്ചർ അക്കാദമിയുടെ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ നിയാർ സാർ, അദ്ദേഹം ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ ട്രഷററാണ് വർഷങ്ങളായിട്ട്. അതേപോലെ നമ്മുടെ ആദരണീയ എന്റെ ഗുരുനാഥൻ കൂടിയായ അബ്ദുറഹ്മാൻ മാസ്റ്റർ, അതുപോലെ അക്യുപഞ്ചർ അക്കാദമിയുടെ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ കബീർ കൊടനെയും അദ്ദേഹത്തിനെയും, അതുപോലെ നമ്മുടെ ഫാക്കൽറ്റിയായ സയ്യിദ് അക്രം സാർ, ഇവരെല്ലാവരെയും, അതോടൊപ്പം നിങ്ങളെല്ലാവരെയും, വളരെ ദൂരത്തുനിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്രയും പ്രയാസപ്പെട്ട് ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്ന പല ചുറ്റുപാടും ഉണ്ടാവും അല്ലെ, പല ഓൺലൈൻ ക്ലാസ്സുകളും പല തിരക്കുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതൊക്കെ മാറ്റിവെച്ച് ഇത്രയും ദൂരത്തുനിന്ന് വന്ന നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മുക്കം ബാച്ച് നമ്മൾ യാദൃശ്ചികമായി തുടങ്ങിയ ഒരു ബാച്ചായിരുന്നു. ഫസ്റ്റ് ബാച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് സാറിനോട് കുറച്ചു മുമ്പേ അക്കാദമി ഇവിടെ സെന്റർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഒരു മാസം മുന്നേ ഒരു തീരുമാനം ഉണ്ടായതാണ്. ഒരു അക്കാദമി ഇവിടെ സെന്റർ അക്യുഷന് വേണം എന്ന രീതിയിലാണ് തുടങ്ങിയത്. ഫസ്റ്റ് ബാച്ച് നമുക്ക് ഒരു 13 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ 13 സ്റ്റുഡൻസ് ആയെന്ന് എനിക്കിപ്പോ അറിയാം. സത്യം പറയണം, 13 സ്റ്റുഡൻസ് നമുക്കുണ്ടായി. അതില് എന്റെ ചികിത്സക്ക് വന്ന് ഉള്ള അനുഭവം കൊണ്ട് വന്നവരുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ 10 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതും എങ്ങനെയാണ് എത്തിയതെന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മുടെ തേർഡ് ബാച്ച് ഏകദേശം നമുക്ക് 23 സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട്. 23 സ്റ്റുഡൻസ് ഉണ്ട്. 10ഉം 13ഉം 10ഉം 23ആണ് നമ്മുടെ തേർഡ് ബാച്ച് വന്നിരിക്കുന്നത്. ഒരു 2-3 പേര് നമുക്ക് ഇപ്പം എൻക്വയറി ഉണ്ട്, പുതിയ എൻക്വയറി ഉണ്ട്. അവർ വരികയാണെങ്കിൽ നമുക്ക് 25 പേരുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏതായാലും വളരെ സന്തോഷം നിങ്ങളൊക്കെ മുഖം കാണുമ്പോൾ. കാരണം നിങ്ങൾ എത്തിയ ഈ ഒരു മേഖല എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നുണ്ട്. ഞാൻ ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഈ അനുഗ്രഹം ശരിക്കും അനുഭവിക്കുന്ന വ്യക്തിയാണ്. സാറിൻ്റെ പറയേണ്ടതുണ്ടാവില്ല. സാറിൽ നിന്നുള്ള എനർജിയാണ് എന്നോട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം വലിയൊരു അനുഗ്രഹമുള്ള ഒരു മേഖലയിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 പേരെങ്ങനെ എത്തി, 10 പേരെങ്ങനെ എത്തി, നിങ്ങളെങ്ങനെ എത്തി എന്നുള്ളത് ആർക്കും അറിയില്ല. ഇതാണ് പർസാറപ്പിന്റെ ഒരു വലിയൊരു നിയോഗമാണ്. അത് നിങ്ങൾക്ക് പിന്നീട് തിരിച്ചറിയും. ഇപ്പൊ ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്മൾ പല സ്ഥലത്തുനിന്നും കേട്ട രീതിയിലോ അതേപോലെ ചികിത്സക്ക് വന്ന് എന്തൊക്കെയോ ഒരു മാറ്റം തോന്നിയ അവസ്ഥയിലോ വന്നവരുണ്ട്. ഇനി ഇതൊന്നും അറിയാതെ എവിടുന്നൊക്കെ അക്യുപഞ്ചർ ഇങ്ങനെ എന്തൊരു അത്ഭുതകരമായ എന്തോ ഒരു സംഭവമാണ്, മാജിക്കൽ റെമഡിയാണ്, മാജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വന്നവരുണ്ടാവും. അപ്പൊ ഏതായാലും ഞാനൊക്കെ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ മാനസിക നിലയിലും ആത്മീയമായ വളർച്ചയും ശാരീരികമായ ലെവലിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കുന്നു.
ഇത്രയും മഹത്തരമായ ഒരു മേഖലയിലേക്ക് നിങ്ങളെ പടച്ചറപ്പ് എത്തിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യം. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പൊ അത് ശരിക്കും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓരോ വർഷം പിന്നിടുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ഈ മേഖലയിൽ ഉറച്ചു നിൽക്കുമ്പോൾ. ഇപ്പൊ പഠിക്കാൻ വന്നു ആരൊക്കെയാണോ ഈ മേഖലയിൽ നിൽക്കേണ്ടത് എന്നത് പോലും നിയോഗമാണ്. മനസ്സിലല്ലേ? സാധാരണ എന്റെ അടുത്ത് ചികിത്സകൾ ഞാൻ പറയും, നിങ്ങൾ ശരിക്കും ആലോചിച്ച് വന്നോ 2, 3, 4 പ്രാവശ്യം ഞാൻ വിടലാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് വന്നാൽ മതി ചികിത്സയിൽ. എന്നാൽ ചികിത്സയിൽ രോഗശമനം നൽകേണ്ടത് സർവശക്തനാണ്. അത് എപ്പോ എവിടെ നിന്ന് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കപ്പെട്ടതാണ്. അപ്പോ അനേക ആയിരം ആളുകൾക്ക് നിങ്ങൾക്കറിയാം, ഇപ്പൊ ലോകം തന്നെ എന്ത് ചെയ്യാം, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വലിയ വലിയ ദുരിതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ നല്ലൊരു മാർഗത്തിലേക്ക് എത്തിക്കുക, ഒരുപാട് ആളുകൾക്ക് ആശ്വാസവും പ്രതീക്ഷയും സന്തോഷമൊക്കെ കൊടുക്കാൻ നിയുക്തരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാവർക്കും ആ ഒരു മേഖലയിൽ ഉറച്ചു നിന്ന് കൂടുതൽ സേവനങ്ങൾ നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അക്യൂഷൻ അക്യുപഞ്ചർ അക്കാദമി വൈസ് പ്രിൻസിപ്പാൾ അബ്ദുൽ നിയാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട്, ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ അവിടെ നിന്നിട്ട് ഇറങ്ങിയത് നിങ്ങളോട് കുറച്ചും കൂടി ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു അധ്യക്ഷ പ്രസംഗം എന്നുള്ള രീതിയിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കണം. പൊതുവെ സ്റ്റുഡൻസും അധ്യാപകരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മതിൽ പോലെ ഫീൽ ചെയ്യില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഓക്കെ, ഈ കോട്ടിട്ട ആൾക്കാരാണോ പുതിയ ആൾക്കാർ നിങ്ങളെ? ഓക്കെ, ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തെ ഒരു കോഴ്സ് പഠിക്കാൻ പോകണല്ലേ, നിങ്ങളുടെ ഉള്ളിൽ ഈ കോഴ്സ് എന്തിനാ പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നമ്മളൊരു 7 or 8 ക്ലാസ്സുകൾ കഴിഞ്ഞില്ലേ, ഓൺലൈൻ ക്ലാസ്സുകൾ. എന്നെ കാണാൻ സാധ്യതയില്ല, എന്റെ വോയിസ് കേൾക്കാൻ സാധ്യതയില്ല. കണ്ടതൊക്കെ ഷെയ്ബ് സാറായിരിക്കും, കേട്ടതൊക്കെ സുനിൽ സാറായിരിക്കില്ല. ഞാനെന്ന വ്യക്തി ഇപ്പോഴായിരിക്കും കാണുന്നത്. എന്നാലും ചോദിക്കുകയാണ്, ഈ ഒരു 7 ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ് ഇത് ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, എന്ത് ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അക്യുപഞ്ചർ പഠിച്ചതെന്നറിയാൻ. രണ്ടാമത്തത്, ഈ ഒരു 7 ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ലക്ഷ്യവും ഈ ക്ലാസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരെങ്കിലും ഇവിടെ അധിക ആളുകളും ചികിത്സ അനുഭവമുള്ള ആളുകളാണ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ അക്യുപഞ്ചറിൽ എത്തിപ്പെട്ടത്? ഒരു അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചികിത്സാ അനുഭവം ഇല്ല, കേട്ട പരിചയമില്ല, പിന്നെ സ്വന്തം ചികിത്സയും കുടുംബത്തിലുള്ള ചികിത്സ, ഇതൊന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നിങ്ങൾ ആരെങ്കിലും മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ആരാള്? അങ്ങനെ അനുഭവം ഇല്ലാത്ത ആരുമില്ല അല്ലേ? പൊതുവെ അക്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് അധികം ആളുകളും ഒന്നെങ്കിൽ ചികിത്സ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, അതല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ചികിത്സ ചെയ്തിട്ടുണ്ടാവും. വീട്ടിൽ ഉപ്പയോ ഉമ്മയോ ഒക്കെ ചികിത്സിച്ചിട്ടുണ്ടാവും. പിന്നെ വായിച്ചറിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബാച്ചിലാണോ കഴിഞ്ഞ ബാച്ചിലോ അങ്ങനെ ഒരാൾ അഡ്മിഷന്റെ സമയത്ത് എന്നെ വിളിച്ച സമയത്ത് എന്നോട് ചോദിച്ചു, അല്ല എന്നോട് പറഞ്ഞ കാര്യം, ഞാനൊരു 4 or 5 കൊല്ലമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കണം, എവിടെയാണിത് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ആള് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. എന്നിട്ടും അവസാനം 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാള് അക്യുപഞ്ചറിൽ എത്തുന്നത്, അല്ലെങ്കിൽ അക്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് എത്തുന്നത്. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളാണ് അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ സുനിൽ സാറ് പറഞ്ഞു, കുറച്ചു കാലം കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോഴേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അനുഭവമില്ല, യാദൃശ്ചികമായിട്ട് അക്യുപഞ്ചറിൽ എത്തിപ്പെട്ട ഒരാളാണ്. എന്റെ കല്യാണം കഴിഞ്ഞു, ഭാര്യക്ക് അക്യുപഞ്ചർ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഭാര്യയെ അക്യുപഞ്ചറിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പോൾ
അത്യാവശ്യം ദൂരമുണ്ട് വീട്ടിൽ നിന്ന്, 30 കിലോമീറ്ററിലപ്പുറം ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടേയാക്കും. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും എടുക്കാൻ പോകുമ്പോഴേക്കും ക്ലാസ് കഴിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരിക്കുന്നു. അങ്ങനെ 2-3 ക്ലാസ് കേട്ടപ്പോൾ എനിക്കും തോന്നിയത് അതിനത് പഠിച്ചേക്കാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ കുറേ കോഴ്സുകൾ പഠിച്ച ഒരാളാണ്. അവസാനം എൻ്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞ് ഇനി ഫയർ ആൻഡ് സേഫ്റ്റി കൂടി പഠിച്ചാൽ മതി. അപ്പോൾ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴേ എന്തായാലും എന്തെങ്കിലും ഒരു ജോലി കിട്ടും, ഇതും കൂടി പഠിച്ചാലെന്നുള്ള. അങ്ങനെ കുറെ കോഴ്സൊക്കെ പഠിച്ച ഒരാൾ വീണ്ടും ഒരു കോഴ്സ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഉണ്ടാവുക ആളുകൾ അല്ലെങ്കിൽ സ്നേഹിതന്മാരൊക്കെ എന്താ പറയാ, ഇപ്പൊ നിങ്ങളെ കളിയാക്കുന്നില്ല ആളുകൾ. അക്യുപഞ്ചർ പഠിക്കുന്നത് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ കേട്ടതിന് ശേഷം ആരോടെങ്കിലൊക്കെ പറയുന്നുണ്ടാവും അല്ലെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ കളിയാക്കുന്നുണ്ടോ? എത്ര ആൾക്ക് കളിയാക്കൽ കേട്ടോ? ഇപ്പൊ ഒരാൾക്ക് മാത്രമേ കേട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഓക്കെ, ക്ലാസ് കേട്ടോ? ക്ലാസ് കേട്ടിട്ടും നിങ്ങൾ പറയണം. പറയുമ്പോൾ അവര് കളിയാക്കൂലേ? ആ കളിയാക്കൽ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. എന്താണെന്നറിയോ, നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ അല്ലേ? നമ്മളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണ് നമ്മളെ പറ്റി ഏറ്റവും പബ്ലിസിറ്റി തരുന്ന ആളല്ലേ? അപ്പൊ അതേപോലെ നമ്മൾ ഇയാളെയും കാണാം. അപ്പോ ഇങ്ങനെ കുറെ കോഴ്സൊക്കെ പഠിച്ചു, അവസാനം അക്യുപഞ്ചറിൽ എത്തിപ്പെട്ടു. ഇപ്പൊ നിൽക്കുന്ന മേഖലയോ ഞാൻ അക്യുപഞ്ചർ പഠിപ്പിക്കാം. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇതേപോലെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഞാൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതി ആദ്യം കളിയാക്കിയൊരു മനുഷ്യനാണ്. 2011 തോന്നുന്നത്, 2013 ഇത് പഠിക്കുന്നത്. 2011 12 ഞാൻ കുറച്ചു കാലം ഗൾഫിലുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ റൂമിലുള്ള ഒരാൾക്ക് കാലങ്ങളായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരു അക്യുപഞ്ചറിസ്റ്റ് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു. ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് അവർ മൾട്ടി നീഡിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ പല ഭാഗത്ത് നീഡിൽ ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഊരുന്നുണ്ട്. അങ്ങനെ അവസാനം തലയിൽ കുത്തി ആ സ്പോട്ടിൽ തന്നെ ഇയാളുടെ ബോധം പോയി. പിടിച്ചാ ഇനി അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള ബോധം പോയി. അങ്ങനെ ബോധം പോയപ്പം പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കി. അക്യുപഞ്ചറിസ്റ്റ് ആകെ പേടിച്ചു. അങ്ങനെ പഴയ പുസ്തകം ഇയാളുടെ പെട്ടിയിലുണ്ട്, അത് മറിച്ച് നോക്കി, ഇന്നലെ ബോധം വരാനുള്ള സൂചി അവിടെ കുത്തണ്ടി നോക്കി. അങ്ങനെ അവിടെ കുത്തിയതിനു ശേഷം ബോധം വന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ കഥകളൊക്കെ ഉണ്ടാക്കി. ഏതായാലും അങ്ങനെ കളിയാക്കി തുടങ്ങിയ ഒരാള് ഇന്ന് എന്താ പറയാ, ഷുഹൈബ് സാറെ കൂടെ ഇങ്ങനെ നടക്കുന്നതിന് അക്യുപഞ്ചറിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളെ നിയോഗമാണ് അല്ലെ, എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ നാളെ പ്രവർത്തിക്കുന്നതെന്നൊന്നും നമുക്കറിയാത്തതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് അക്യുപഞ്ചർ ഇപ്പൊ ആരെന്റെ അടുത്ത് വന്ന് ചോദിച്ചാലും, ചില ആളുകളൊക്കെ ചോദിക്കും, ഇപ്പൊ മക്കൾ ഇങ്ങനെ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഞാൻ എന്തെങ്കിലും പഠിക്കാനോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം അക്യുപഞ്ചർ പഠിക്കാനാണ്. എന്തിനായിരിക്കും നിങ്ങൾ അക്യുപഞ്ചർ? ഇപ്പൊ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു, എന്തിനാ നമ്മൾ അക്യുപഞ്ചർ പഠിക്കണത്? സാധാരണ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഒരു കോഴ്സേ അല്ല, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പുതിയ കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഈ 7-8 ക്ലാസ്സിൽ ഇത്രയും കാലം നിങ്ങൾ ശാസ്ത്രമെന്ന് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെ? ഇതൊന്നുമല്ല ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ തോന്നിയോ? തോന്നിയിട്ടുണ്ട്. നമ്മളുടെ കാഴ്ചപ്പാടിൽ എന്താ ശാസ്ത്രം? എന്താണ് ശാസ്ത്രം? എന്തൊക്കെയോ കണ്ടെത്തുന്നു, എന്നിട്ട് നമ്മളോട് അത് പറയുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ? അങ്ങനെയല്ലേ? ഒരു രോഗത്തിന് ഒരു മരുന്ന് കണ്ടെത്തി എന്ന് പറയുന്നതും ഒരു ശാസ്ത്രമാണ്. ഒരു 4-5 കൊല്ലം ആ മരുന്ന് ഒരാളിൽ പ്രയോഗിച്ചിട്ട് അവസാനം അത് ശരീരത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതും ആരാണ്? ശാസ്ത്രമാണ്. ഈ രണ്ടിനെയും നമ്മൾ എന്താ പറയുന്നത്? ശാസ്ത്രമെന്നാണ്. ഒരുപാട് വർഷത്തെ റിസർച്ചുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അവസാനം അത് നിരോധിക്കുമ്പോഴും അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത്രത്തോളം നമ്മൾ എന്ത് മാറിയിട്ടുണ്ട്? എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, എന്താണ് അതിന്റെ ശാസ്ത്രീയത? സയന്റിഫിക്കലി പ്രൂവൺ ആണോ ചോദിക്കാറുണ്ടല്ലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവും. അങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത് ആണോ?
ഇവിടെ സയന്റിഫിക്കലി പ്രൂവണേക്കാൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലേ? ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അനുഭവങ്ങളാണ്. ഇപ്പോ ഒരു തീക്കനലുണ്ട്, ആ തീക്കനലിൽ സയൻസ് പറയണം ഇത്ര ഡിഗ്രി ചൂടാണ് അത് ഉണ്ടാവുക, അത് കയ്യിൽ തട്ടിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അനുഭവം ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെ ഉണ്ടാവും? ഒരു പ്രാവശ്യമെങ്കിലും ചൂട് കൊണ്ടാൽ ഈ ഡിഗ്രി പറയേണ്ടതൊന്നും ആവശ്യമില്ല അല്ലേ? നമുക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ കുറെ അനുഭവങ്ങൾ വരാൻ പോകുന്ന, ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര തുടങ്ങുകയാണ്, ഒരു ആരോഗ്യ പഠന യാത്ര, ജീവിതവുമായി ഏറ്റവും ബന്ധമുള്ള ഒരു പഠനയാത്ര തുടങ്ങുകയാണ്. ആ യാത്രയിൽ നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു നമ്മുടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ആർക്കെങ്കിലും പനി ഉണ്ടായോ? ഉണ്ടായി. എന്താ ചെയ്ത്? കൊറോണയാണെന്ന് പേടിച്ചിരുന്ന എന്താ ചെയ്ത്? കുടിച്ചില്ല. വെരി ഗുഡ്. എത്ര ദിവസം കൊണ്ട് മാറി? 5 ദിവസം കൊണ്ട് മാറി. ഇവിടെ നിങ്ങൾ കോഴ്സിന് ഇവിടെ നിങ്ങൾ കോഴ്സിന് ചേർന്നിട്ടില്ലെങ്കിലോ? എന്തുകൊണ്ടാണ് നിങ്ങൾ കുടിക്കാതിരിക്കാനുള്ള കാരണം? എന്താ കാരണം കുടിക്കാതിരിക്കാനുള്ള? മരുന്നുകളോട് ഇഷ്ടമില്ലാത്തതാണോ, അല്ലെങ്കിൽ മരുന്നില്ലാത്തത് മാറും? ഇംഗ്ലീഷ് മരുന്ന് പൊതുവെ കുടിക്കാൻ എനിക്ക് മടിയാ. അപ്പൊ പനിച്ച് കിടക്കുമ്പോ ചീത്ത പറഞ്ഞ് തരികയാണെങ്കിലും ഞാൻ കുടിക്കാൻ ഒരു മടിയിലാണ്. ഓക്കെ, അത് ഇങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും അല്ലെ, മടിയുള്ള ആളുകള്. പക്ഷെ അനുഭവമാണെങ്കിലോ, ഒരു പനി വന്നു, അത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം മാറി, 5 ദിവസം കൊണ്ട് മാറി എന്നുള്ളത് ബാക്കിയുള്ളവർ കേട്ടില്ലേ? അപ്പൊ നിങ്ങളുമായി ക്ലോസ് ആയി നിൽക്കുന്ന ഒരാളുകളുണ്ട്, മരുന്ന് കഴിക്കാതെ അവരുടെ രോഗം മാറിയെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മളെ കൂടി അനുഭവമാണ് അല്ലെ, ഒരു കണ്ട അനുഭവം എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നമ്മളൊരു വർഷം എന്താണോ നമ്മൾ ഇവിടുന്ന് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയെന്ന് നമുക്ക് സമാധാനിക്കാൻ കഴിയും. അതേ സ്ഥാനത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, നിങ്ങൾ ഈ ഒരു വർഷത്തെ കോഴ്സൊക്കെ പഠിച്ച് അപ്പോഴും നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. എന്തായാലും അക്യുപഞ്ചർ കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അക്യുപഞ്ചർ എന്ന കോഴ്സിനെ കാണുന്നത് വെറും ഒരു ചികിത്സാ കോഴ്സായിട്ടല്ല കാണുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പം അങ്ങനെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും അല്ലെ, ഒരു ചികിത്സ പഠിക്കണം, എന്നിട്ട് ഒരു നല്ലൊരു ചികിത്സകനാവണം. ആ ആഗ്രഹം നിങ്ങളെ മനസ്സിൽ എന്നും ഉണ്ടാവണം, എന്നും ആ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം എല്ലാ ആളുകളും ചികിത്സകരായിക്കൊള്ളുന്നുണ്ടോ? ഇല്ലല്ലേ? എല്ലാ ആളുകളും ഒരിക്കലും ചികിത്സകരായിക്കൊള്ളുന്ന ഒരു പ്രകൃതിയിലൊരു നിയമം അനുസരിച്ച് ഒരു നിർബന്ധമില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക്, കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ചികിത്സിക്കാൻ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ പഠിച്ചത്, അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ കഴിയില്ലേ? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ഏറ്റവും ഒട്ടി നിൽക്കുന്ന എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ജസ്റ്റ് നോക്കി അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ജീവിക്കാൻ വേണ്ടിയുള്ള കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പക്ഷെ ജീവിതവുമായി ഒട്ടി നിൽക്കുന്ന ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെ കോഴ്സ് ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല, എന്താണ്? ജീവിതവുമായി ഒട്ടിച്ചേർന്ന് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ളത്. അങ്ങനെയുള്ള ഒരു കോഴ്സ് ആവട്ടെ നിങ്ങളുടെ ഈ ഒരു പഠനകാലം. പിന്നെ നമ്മളൊക്കെ ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ്. നമ്മളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്താ ബന്ധം അല്ല, വ്യത്യാസമുള്ളത്, ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് അക്യുപഞ്ചറിൽ വന്നു, നിങ്ങളെന്താണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വന്നു, ഇത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. സംശയങ്ങളൊക്കെ ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പിലൊക്കെ ചോദിക്കണം. അങ്ങനെ വളരെ രസകരമായ ഒരു അനുഭവമുള്ള ഒരു പഠന യാത്രയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നാളെ ഞാൻ ഷെയ്ഖ് സാറെ നമ്മൾ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കാം. എല്ലാരും വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോ എങ്ങനെ കാണാം? ചില ആളുകള് വീഡിയോ ഓണാക്കും, എന്നിട്ട് പാലെടുപ്പത്ത് വെക്കും,
അപ്പം അതിൽ വീഡിയോയുടെ ക്ലാസ് കുറച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ കോൾ വരും. അപ്പോൾ പാല് നോക്കോ കോള് നോക്കോ വീഡിയോ നോക്കോ എന്ന് ചോദിച്ചാൽ ചില ആൾ അങ്ങനെയല്ല. ചില ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് TV-യിൽ കണക്ട് ചെയ്തിട്ട് വീട്ടുകാരൊക്കെ ഇരുത്തിയിട്ട് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആരും ശബ്ദിക്കരുതെന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽ അവസാനം വരെ ആരെയും അനങ്ങാൻ വിടാതെ ക്ലാസ് കേൾക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ചില ആളുകൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മതിയാവാതെ പിന്നെയും കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങളെ സർവേ എടുക്കാം. എല്ലാ വീഡിയോ കണ്ടെത്ര പേരുണ്ട് ഒന്ന് വെറുതെ കൈവയ്ക്കാണ്. എല്ലാ വീഡിയോയും ഒരു പ്രാവശ്യത്തിലധികം കണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഒരു പ്രാവശ്യത്തിലധികം കണ്ടത് അറിയില്ല. നിയാർ സാറും അതേപോലെ സുനീർ സാറും ഒക്കെ തന്നെ നിങ്ങൾക്ക് കുറെ ഐഡിയ തന്നു. ആ ഐഡിയ നിങ്ങൾ എക്സ്പീരിയൻസിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട റിവ്യൂലൂടെയോ അക്യുപങ്ക്ചറിനെ പറ്റി മനസ്സിലാക്കി പഠിക്കാമെന്നാണ്. അക്യുപങ്ക്ചർ പഠനം എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനങ്ങനെ അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും പറയാം കാക്കക്ക് തൻകുഞ്ചും അങ്ങനെയാണല്ലോ അല്ലെ. അപ്പൊ സാർ അങ്ങനെ തന്നെ പറയുള്ളൂ. ശരിക്കും പഠിച്ചു കഴിഞ്ഞ ആളുകൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവും. ഒരു മനുഷ്യൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഡൽഹിയിലൊക്കെ പോയിട്ട് ബോംബെയിലൊക്കെ പോയിട്ട് ഒരുപാട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അക്യുപങ്ക്ചർ പഠിച്ചതിന് ശേഷം ഒരുപാട് കാലം അധ്യാപകനായി ജോലി ചെയ്തതിന് ശേഷം വേറെ പല മേഖലയിലും പല ജോലിയും ചെയ്തതിനു ശേഷം അക്യുപങ്ക്ചർ പഠിച്ച ആൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ കോഴ്സിനേക്കാളും ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു കോഴ്സായി ഞാൻ ഇതിനെ കാണുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. ഒരുപക്ഷെ പഠിപ്പിച്ച ആളെ സൂചിപ്പിക്കാൻ പറയുന്നതായിരിക്കാം, ഒരുപക്ഷെ ഫാക്റ്റായിട്ട് അല്ലെ, വെർബലി അയാൾ ലിറ്ററലി അങ്ങനെ തന്നെ ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കും. പഠിതാക്കൾ പല രൂപത്തിലുണ്ടാവുന്ന ഞാൻ പറയാം. ലിസണിങ്ങും ഹിയറിങ്ങും ഒരുപോലെയാണോ? എന്താ വ്യത്യാസം? രണ്ടും കേൾക്കുന്നല്ലേ? നമ്മൾക്ക് എന്തൊക്കെയോ അതിൽ ആവശ്യമുള്ള സാധനം ഉണ്ടാകുമ്പോൾ നമ്മൾ ലിസണിങ് ആണ് അല്ലെ. പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മൾ വെറും ഒരു അത് ആസ്വദിക്കൽ മാത്രമാണ്. എന്താണ് കുറച്ചും കൂടി ഇൻഡെപ്തിൽ പോയി കഴിഞ്ഞാല് ഇപ്പൊ രാത്രി ചിലപ്പോൾ ട്രാഫിക് ഒന്നും ഇല്ലാതെ റോഡിലൊന്നും ആളില്ലാത്ത സാഹചര്യത്തിലൊക്കെ ആൾക്കാർ വഴി തെറ്റിയിട്ട് വഴി ചോദിക്കും. അങ്ങനെ വഴി ചോദിക്കുമ്പോൾ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് വഴി പറയുന്ന ഒരു രീതി ഉണ്ടാവും അല്ലെ. അത് കേൾക്കുന്ന ആള് കേൾക്കുന്ന ഒരു രീതി ഉണ്ടാവും. അയാൾ എങ്ങനെ കേൾക്കുക? ഇയാളുടെ നിന്ന് മിസ്സായി ഇനി വഴി ചോദിക്കാൻ ഒരാളുണ്ടാവില്ല. അങ്ങനെ കേൾക്കുന്ന ആൾ ഒരുപക്ഷെ വളരെ സീരിയസ് ആയിട്ട് കേൾക്കും. പഠനം എന്നുള്ളതിന് ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചാലും ശരി, അതിനുമ്പത്തെ ബാച്ചിൽ പഠിച്ചാലും ശരി, അല്ലെങ്കിൽ സുനീർ സാർ അക്കാഡമിയുടെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച, അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഞാൻ പഠിച്ച എല്ലാ ആളുകളും പഠനം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രതിഭാസമാണ് പഠനം എന്നുള്ളത്. കാരണം പഠിച്ച് പൂർത്തിയാവാൻ പോകുന്നില്ല. ഏറ്റവും അവസാന ദിവസവും ഒരു വ്യക്തി അയാൾ പഠിതാവ് തന്നെയാണ്, സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ പഠനം എന്നുള്ള ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ പഠിച്ചു വെച്ച, നമ്മൾ മനസ്സിലാക്കി വെച്ച പലതും തെറ്റായിരുന്നു എന്നുള്ള പ്രാഥമിക പഠനമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ രോഗികൾ ഏത് സംസ്ഥാനത്താണുള്ളത്? അതെന്തുകൊണ്ടായിരിക്കും? വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ, അഭാവമാണോ? എന്താണ് പ്രശ്നം? ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്രയും രോഗികൾ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? ഒരു കാരണമാണല്ലോ. ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമ്മളെല്ലാം വിദ്യാസമ്പന്നരാണ്, പക്ഷേ നമ്മൾ എല്ലാം റോങ്ലി എഡ്യൂക്കേറ്റഡ് ആണ്. വിദ്യാഭ്യാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മളെ വിദ്യാഭ്യാസം പലപ്പോഴും നമ്മളെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള പലതും തരാത്ത എന്തൊക്കെയോ പഠിപ്പിച്ചു പോയിട്ടാണുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ ഒരു ബാഹ്യ പ്രേരണയും ഇല്ലാതെ
സുഖപ്പെടുത്താനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള പ്രാഥമിക അറിവ് ഒരാൾക്കില്ലെങ്കിൽ പിന്നെ അയാൾ നേടിയ അറിവ് സത്യത്തിൽ അയാൾക്ക് പോരായ്മ തന്നെയാണ്. അല്ല, എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന എല്ലാവർക്കും ആർക്കും അറിയാത്തത് എല്ലാവർക്കും അറിയാം. അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ലേണിലാണ് അല്ലെ. എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന നിങ്ങൾ ഏത് സ്കൂളിൽ പോയി പഠിച്ചാണ്? അല്ല, നമുക്ക് ബുദ്ധിയില്ലാത്ത കാലത്ത് ഒരു കുട്ടിയായി ജനിച്ച സമയത്ത് കണ്ട്, സംസാരിച്ച്, ശബ്ദിച്ച്, കേട്ട്, ഭാഷ പഠിച്ച് അല്ല മറ്റു പലതും നമ്മൾ പഠിച്ചത് എങ്ങനെയൊക്കെയോ ആണ്. നമ്മളെ എക്സ്പീരിയൻസിലാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇവിടെ നിങ്ങള് അത് എരിവാണോ, പുളിയാണോ, ഉപ്പാണോ, കയ്പാണോ? മധുരമാണ് അല്ലെ. എന്താ മധുരം? കിട്ടില്ല നമ്മള് പറഞ്ഞത്. എന്താ മധുരം? മധുരാണോ? അപ്പൊ എന്താ മധുരം? രുചി. അപ്പൊ എരിവ്, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പൊന്നും രുചിയല്ല, മധുരം മാത്രമാണ് രുചി. എല്ലാവർക്കും ഇഷ്ടമുള്ള രുചി. അപ്പൊ നിങ്ങൾ ഉപ്പില്ലാത്ത ചായ, സോറി കഞ്ഞി എന്നാ നിങ്ങൾ കുടിക്കുമോ? നല്ല ബിരിയാണി ഉണ്ട്, നല്ല മണമുണ്ട്, അത് വായിൽ വെച്ച് നോക്കുമ്പോൾ ഉപ്പില്ല. പലരും ഈ സൗദി അറേബ്യയിലൊക്കെ പോയാൽ കാണാം, അവിടെയുള്ള അറബികളുടെ ഭക്ഷണം ഭയങ്കര മണമാണ്, അവന്ന് വായിൽ വെച്ച് നോക്കിയാൽ ഉപ്പുണ്ടാവില്ല, രുചിയില്ല. അപ്പൊ ഉപ്പ് രുചിയല്ലേ? ഉപ്പില്ലാത്ത കഴിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എന്താ മധുരം? അല്ല, മധുരത്തിന് നമുക്ക് ഒരുപാട് പറയാം. ഉദ്ഘാടന വേളകളിൽ സമ്മാനമായി, സന്തോഷങ്ങൾക്ക് വേണ്ടി അല്ലെ, ആഘോഷവേളകളിൽ സ്നേഹം പങ്കിടാൻ വേണ്ടി കൊടുക്കുന്ന രുചി, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം മധുരത്തെ പറ്റി അല്ലേ. പക്ഷെ അപ്പോഴെന്താ മധുരം എന്ന് പറയാൻ കഴിയോ? അപ്പോഴെന്താ മധുരം എന്ന് പറയാൻ കഴിയോ? ഇപ്പൊ നിങ്ങൾ കുടിക്കുന്ന മധുരാണോ? മധുരല്ലേ? അത് നല്ല രുചിയുണ്ടോ? രുചിയുണ്ടോ ഇല്ലേ? ഇപ്പൊ അതില് നിങ്ങൾ കുടിക്കുന്ന ഒരു അളവ് അതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 4 or 5 ഗ്ലാസ്സിൽ ആവശ്യമുള്ള അത്രയും അതിൽ മിക്സ് ചെയ്താലോ അപ്പോഴും മധുരല്ലേ? കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ പറ്റുമോ? അപ്പൊ മധുരം സുഖമുള്ള രുചിയാന്ന് പറഞ്ഞാൽ അപ്പൊ അതിലെന്തോ മിസ്റ്റേക്ക് ഇല്ലേ? വെർബലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, അത് എക്സ്പീരിയൻസ് ആണ് അല്ലെ. ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിക്കാലം മുതലേ മധുരം കഴിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്, നിങ്ങൾക്ക് വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത്. അല്ലാതെ മധുരം അറിയായിട്ടാണോ? മധുരം അറിയാഞ്ഞിട്ടാണോ? ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുള്ള അറിവുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആണ്. ബട്ട് അതൊരു പക്ഷെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. എക്സ്പീരിയൻസ് ലേണിംഗ് അത് എക്സ്പീരിയൻസിലൂടെ മാത്രം നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ശരിക്കും രോഗവും ചികിത്സയും ശരിക്കും അങ്ങനെയാണ്. ഒരാളെ രോഗം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആൾ പറയും എനിക്ക് തീരെ വയ്യ, സഹിക്കാൻ വയ്യ, എനിക്ക് അങ്ങനെ വയ്യ, കുനിയാൻ വയ്യ, സ്റ്റെപ്പ് കയറാൻ വയ്യ. ഇതൊക്കെ അതിന്റെ അല്ലെ. കാല് മുട്ടുവേദന ആള് പറയും എനിക്ക് നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, കുനിയാൻ വയ്യ, കാല് മടക്കിയിരിക്കാൻ വയ്യ, മടക്കിയിരിക്കാൻ വയ്യ എന്നൊക്കെ പറയും. അപ്പോഴും അയാള് വേദന കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ പറയുന്നില്ല. അത് വേദന എന്താണെന്ന് പറയാൻ കഴിയുന്നു അയാൾക്ക്? വേദന മാറിയാൽ അപ്പോഴെന്താ പറയാ? അത് മാറിയെന്നല്ലാതെ കണ്ട് ആ പ്രയാസം അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അതൊന്നുകൂടെ പറയാൻ കഴിയാത്തത് ഇറ്റ്സ് എക്സ്പീരിയൻസ്. രോഗങ്ങളൊക്കെ അനുഭവങ്ങളാണ്. രോഗം മാറലും അനുഭവമാണ്. അപ്പം രോഗം അനുഭവമാണ്, രോഗം മാറലും അനുഭവമാണെങ്കിൽ രോഗം മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ അല്ലെങ്കിൽ സുഖപ്പെടുത്താൻ കഴിയുന്ന ചികിത്സ എന്നുള്ള പഠനം അത് എക്സ്പീരിയൻസ് ലേണിംഗ് ആയിരിക്കണം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പഠനം വെറുതെയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇപ്പൊ നമുക്ക് ഒരുപാട് ചികിത്സകരറിയാം, വലിയ പേരും പെരുമയുള്ള ചികിത്സകരറിയാം. അവർ വലിയ എക്സ്പീരിയൻസ്ഡാണെന്ന് പറയുന്നു. പക്ഷേ പലപ്പോഴും അവർ ചെയ്യുന്ന ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പോലും അവർ കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ അക്യുപഞ്ചറിസ്റ്റ് അങ്ങനെയല്ല. അയാൾ ചികിത്സിക്കുന്ന ചികിത്സ അയാൾക്ക് ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അക്യുപഞ്ചർ ആർക്കാ? എന്നെ സംബന്ധിച്ച് എനിക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ ബന്ധുക്കൾക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ പരിചയക്കാർക്ക്, എന്റെ നാട്ടുകാർക്ക്, എന്റെ ജില്ലക്കാർക്ക്, എന്റെ സംസ്ഥാനത്തുകാർക്ക്, മൊത്തം ജനങ്ങൾക്ക്, ഇവർക്കെല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകാനുള്ളതാണ്.
ഇവരെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. ആരോഗ്യം എന്നുള്ളതും അതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അല്ലെ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് രോഗമായാലും ശരി ആരോഗ്യമായാലും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഒരു ചെറിയ പെൺകുട്ടി, ഞാൻ ഈ പെൺകുട്ടിനെ മറക്കാത്തത് എനിക്ക് ആ കുട്ടിയുടെ മേൽ നടത്തിയ ചികിത്സ എന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ പലയിടത്തും പറയുമ്പോൾ ഒരുപാട് രോഗികൾ നമ്മൾ കാണാറുണ്ട്. രോഗികളെ കാണുമ്പോൾ പൊതുവെ മനസ്സിന് സന്തോഷം ഉണ്ടാവുമോ? അല്ല, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ സൈഡ് ഉറക്കാനൊക്കെ അറിഞ്ഞാൽ ഭക്ഷണം രുചി ഉണ്ടാവുമോ? അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുമോ? പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു കരച്ചിൽ കേട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ആസ്വദിച്ചുകൊണ്ട്? കാരണം മനസ്സിനെ വേദനപ്പെടുത്തും അല്ലെ. 11 വയസ്സുള്ള കുട്ടിക്ക് വയറുവേദനയ്ക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ, വലിയ എക്സ്പേർട്ടായ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ എക്സ്പേർട്ടായ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു, അതിന് മരുന്ന് കൊടുത്തു, പിന്നെയും മരുന്ന് കൊടുത്തു, മാസങ്ങളോളം മരുന്ന് കൊടുത്തു, വർഷങ്ങളോളം മരുന്ന് കൊടുത്തു. വയറുവേദനയ്ക്ക് പരിപൂർണമായ ശമനമില്ല. പക്ഷേ ഈ മരുന്ന് കഴിച്ച് ഈ കുട്ടി തടിച്ച് വീങ്ങി നീര് വെച്ച് മുഖം തുടുത്ത് ശരീരം മാസകലം എവിടെ തൊട്ടാലും വേദനയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാല് ഒരു വലിയ രോഗിയായി. ക്രാറ്റിനിൻ ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. എന്താണ് ക്രാറ്റിനിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? കിഡ്നി തകരാറിലായോ എന്ന് സംശയിക്കുന്നു അല്ലെ. എങ്ങനെയാ കിഡ്നി തകരാറിലായി ഉണ്ടാവുക? മരുന്ന് ഉപയോഗിച്ച്. ഇതിനെപ്പറ്റി മലയാളികൾക്ക് അറിയില്ലേ? ഇപ്പോ പാരാസെറ്റമോൾ ഭർത്താവ് മേടിച്ചിരുന്നു നിങ്ങൾ പറയുമ്പോഴും ആ പാരാസെറ്റമോൾ നല്ലതാണോ? നമ്മുടെ സമൂഹത്തിലെ ദിവസം 10-15 ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഈ മരുന്ന് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ എന്തായിരിക്കും അവർ പറയാ? ഇഷ്ടമാണോ? വേറെ നിവൃത്തിയില്ല. എന്താ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ? നിവൃത്തിയിലെ കഴിക്കാൻ വിളിച്ചാൽ പോരെ? നിവൃത്തിയിലാന്ന് ഒഴിവാക്കിയാ പോരെ? ഒഴിവാക്കാനും നിവൃത്തിയില്ല അല്ലേ. അത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസിനെ ആലോചിച്ച് നിർത്താനും വയ്യ. വല്ലാത്തൊരു പ്രശ്നത്തിലാണ് സമൂഹം ഉള്ളത്. ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ് ശരിക്കും അക്യുപങ്ക്ചർ. ഞാൻ അവരോട്, ആ കുട്ടിയോട് മരുന്ന്, ഇപ്പൊ കുട്ടിക്ക് 13 വയസ്സായി, 11 വയസ്സിലാണ് കുട്ടി ആ മരുന്ന് കഴിക്കാൻ ആരംഭിച്ചത്. വലിയ പ്രഗത്ഭയായ പേരുകെട്ട എക്സ്പേർട്ടിന്റെ മരുന്നാണ് കഴിക്കുന്നത്. ഞാൻ ആ ലിസ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞാൻ അക്യുപങ്ക്ചർ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. ഫാർമസിസ്റ്റ് പഠിക്കുന്നുണ്ട്, MBBS, അതേപോലെ തന്നെ BHMS, BAMS, പലതരം വിദ്യാഭ്യാസ യോഗ്യതയുള്ള അക്യുപങ്ക്ചർ പഠിക്കുന്നുണ്ട്. അതിൽ ഫാർമസി പഠിച്ച നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഞാൻ ഇവര് അയച്ചു തന്ന കുട്ടിക്ക് സ്ഥിരമായി കൊടുത്ത മരുന്നിന്റെ ലിസ്റ്റ് അയച്ചു കൊടുത്തു. അയാളത് കണ്ട ഉടനെ, പഠിച്ചോനെ ഈ മരുന്നാണോ കുട്ടി കൊടുത്തത്? ഒരിക്കലും 11-13 വയസ്സുള്ള കുട്ടി കൊടുക്കാൻ പാടില്ലാത്ത മരുന്നായിരുന്നു അത്. ഒരു കണ്ണിച്ചോരാത്ത ഡോക്ടറാണല്ലോ കൊടുത്തത് എന്ന് ആരെപ്പറ്റിയാ പറയുന്നത്? ജനങ്ങൾ മുഴുവൻ വലിയ അഭിമാനബോധത്തോടെ വലിയ എക്സ്പേർട്ട് ആണെന്ന് എല്ലാരും അഭിമാനിക്കുന്ന ഒരു ഡോക്ടറെ പറ്റി ഒരു ഫാർമസിസ്റ്റ് പറയണം. എന്തിനായിരിക്കും അയാൾ ആ മരുന്ന് ആ കുട്ടി കൊടുത്തിട്ടുണ്ടാവുക? അയാൾക്ക് അറിയില്ല. സാധാരണ ഒരു മരുന്ന് ഒരു ഫാർമസി കാണിച്ചാൽ ഈ മരുന്ന് എന്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചോദിച്ചാൽ അയാൾക്ക് ചില ഉത്തരങ്ങൾ ഉണ്ടാവും. 13 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്തിനാണ് ഈ മരുന്ന് കൊടുത്തെന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത അത്രയും അപകടമുള്ള മരുന്നാണ് ആ കുട്ടിക്ക് കുറച്ചധികം കാലം കൊടുത്തു പോയത്. ഇന്ന് ആ കുട്ടി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതിലേറെ മാനസിക പ്രശ്നങ്ങൾ. ഞാൻ ചോദിച്ച അമ്മയോട്, കുട്ടിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഇത് പറയുമ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം മാതാപിതാക്കൾ മിക്കവാറും വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതെങ്കിലും കുഗ്രാമത്തിലെ കർഷകരൊക്കെ ആയിരിക്കില്ലേ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ. ഈ കുട്ടിയുടെ അച്ഛൻ ഒരു എഞ്ചിനീയറാണ്, നല്ല വിദ്യാഭ്യാസമുള്ളതാണ്. അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ്. ഒറ്റ മകളാണ്. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം നല്ല സാമൂഹിക ബോധവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ പിക്ചർ. കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി ആ ബിൽഡിംഗ് ക്യാൻസറിന് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയ പുതിയ ബിൽഡിംഗ്. പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, TV ന്യൂസിൽ വാർത്ത വന്നു. അദ്ദേഹം പറഞ്ഞത്, നിർഭാഗ്യവശാൽ കേരളത്തിലാണ് ക്യാൻസർ രോഗികൾ വളരെ അധികമുള്ളത്. നിർഭാഗ്യവശാൽ
കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത്. ഒരു വാക്കുകൂടെ ചേർത്ത് പറയണമായിരുന്നു, നിർഭാഗ്യവശാൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർ. ഇതുകൂടെ ചേർത്ത് പറയണമായിരുന്നു, അപ്പോഴത് പൂർത്തിയാവുന്നുള്ളൂ, ആ സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാവുന്നുള്ളൂ. കാരണം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്ത ഒരു ക്യാൻസർ രോഗി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്ത ഒരു ക്യാൻസർ രോഗി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, നമ്മള് ക്യാൻസറിനെ പറ്റിയും ചികിത്സയെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി പഠിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം എന്ന് നിങ്ങൾ അവസാനം എത്തിച്ചേരാൻ പോകുന്നത് അക്യുപങ്ക്ചർ എന്ന ഉത്തരത്തിലേക്കായിരിക്കും. ഈ ഉത്തരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളുടെ സമൂഹത്തിനും കുടുംബത്തിനും ബന്ധുക്കൾക്കും അൾട്ടിമേറ്റ്ലി മുഴുവൻ ലോക ജനതയ്ക്കും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ അത്യാവശ്യമായ ഈ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ഈ നേരം വൈകിയ വേളയിലാണ് പലരും പഠിക്കുന്നത്. ഒരു റിട്ടയർഡ് പ്രിൻസിപ്പാൾ അക്യുപങ്ക്ചർ കോഴ്സിനൊക്കെ ചേർന്ന് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രാഥമികമായി പഠിക്കേണ്ട ഈ വിദ്യാഭ്യാസം വാർദ്ധക്യത്തിലാണ് എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായത്. ഏതായാലും ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിരീക്ഷണമാണ്, ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ ഇല്ലാതെ നിങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഒബ്സർവേഷൻ ഇല്ലാതെ ഒന്നും പഠിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് അക്യുപങ്ക്ചറിലെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല്, ആൾക്കാർ എങ്ങനെയാണ്, എവിടെയോ ഒരു സൂചി വെച്ചാൽ സുഖരും മാറുമെന്ന് പറയും. സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ അന്ന് വിശ്വസിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ, എന്റെ മനസ്സിൽ ആദ്യമേ ഒരു മുൻവിധിയുണ്ട്, രോഗം മാറണമെങ്കിൽ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിക്കാതെ രോഗം മാറില്ല. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു അക്യുപങ്ക്ചറിസ്റ്റ്, അയാൾ രോഗം അക്യുപങ്ക്ചറിലൂടെ ചികിത്സിക്കുന്നു പറഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായത് മാറി തന്നെ, അത് മാറിയത് തന്നെ. ഒരു മണ്ടത്തരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് അല്ലെ. ബട്ട് എനിക്ക് തന്നെ ഞാൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു. എനിക്കറിയാം നിങ്ങളൊക്കെ തന്നെ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്റെ ഒരു അളിയൻ, അയാൾക്ക് അയാളുടെ കൂട്ടുകാരൻ കാലിന്റെ മുട്ടുവേദനയ്ക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തില് നിങ്ങൾ കാര്യം ചെയ്യും, സർജറി രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, നിങ്ങൾ അക്യുപങ്ക്ചർ ചെയ്തോളൂ പറഞ്ഞ് ക്ലിനിക്കിലേക്ക് പറഞ്ഞു. നോർമലി ക്ലിനിക്കിൽ പുതിയ പേഷ്യന്റ് വന്ന് എന്താ ചെയ്യാം, ഇപ്പൊ സുനിൽ സാറിന് അറിയാം, കാരണം ക്ലിനിക് എന്നൊക്കെ അറിയാം, അവിടെ വേറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അല്ല എങ്ങനെ എന്ത് ചെയ്യാതെ ചികിത്സ ചെയ്യൂലേ, അടുത്ത ആളും ചോദിക്കും, അപ്പുറത്താളും ചോദിക്കും. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ അയാൾ കേൾക്കും. ആദ്യം ഈ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അയാളൊരു വിലയിരുത്തും, തിരക്കിട്ടില്ല, അല്ല ഉള്ളിൽ കയറി ചെന്ന് ക്ലിനിക്കിൽ വന്ന് രോഗമൊക്കെ ചോദിച്ചറിയും. ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും, പെട്ടെന്ന് പൾസ് നോക്കി ഒരു നീഡ് ചെയ്തിട്ട് പോയിക്കോന്ന് പറയും. ചില ഭക്ഷണക്രമങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇത് പാലിച്ചാൽ മതി, സുഖം മാറും, ഇനി അടുത്ത ആഴ്ചയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ഒക്കെ പറഞ്ഞേക്കും. സ്വാഭാവികമായി ആദ്യം നീഡിൽ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പൈസ വെറുതെ പോയല്ലോ. പക്ഷെ പൈസ വെറുതെ പോയല്ലോ എന്നൊരു ഭാഗത്ത് തോന്നുമ്പോഴും അവിടെ വന്ന പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ ആദ്യം ചികിത്സ ചെയ്ത അനുഭവമുള്ള ആളുടെയും ആ എക്സ്പീരിയൻസുള്ള വാക്കുണ്ടാവില്ലേ, ഇതിങ്ങനെയൊക്കെയാണ് പക്ഷെ മാറും. ഇത് ഇയാളുണ്ടാകുന്ന ഒരു ആകാംക്ഷയും ഒരു അത്ഭുതവും ഒക്കെ ഉണ്ടാവും. അയാൾ വൈകുന്നേരം അളിയനെ വിളിച്ച് പറയാണ്, നിങ്ങൾ അളിയനല്ലേ ആ തടിക്കാരൻ, അയാൾക്ക് എന്തോ മന്ത്രമുണ്ട്, അയാൾ എവിടെയോ ഒരു സൂചി വെക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല, മരുന്ന് കഴിക്കുന്നു പറയുന്നില്ല, ഉള്ള വല്ല മരുന്ന് കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാണ് പറയുന്നത്. എന്നിട്ട് ആൾക്കാർക്ക് നല്ല ആശ്വാസമുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് വരുന്ന ആൾക്കാർ അവിടെ വരുന്നുണ്ട്. എന്റെ മാറില്ലെന്ന് വേറെ വിഷയം, പക്ഷെ ആൾക്കാർക്ക് നല്ല ആശ്വാസമുണ്ട്. അല്ല, നമ്മൾ ആരെങ്കിലും ഈ സ്വിച്ച് ഓൺ ആക്കി ഫാൻ ഇറങ്ങുമ്പോൾ അത് മന്ത്രം എന്ന് പറയാറുണ്ടോ, അത് മാജിക് എന്ന് പറയാറുണ്ടോ? അതെന്താ പറയുന്നത്? നമുക്കറിയാം അല്ലെ, നമുക്കറിയാം. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഈ ഭൂമിയുടെ സൃഷ്ടാവ്, ഭൂമിയിലെ മുഴുവൻ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് വെച്ച ഒരു സിസ്റ്റമുണ്ട്, ഒരു അൾട്രാക് നെറ്റ്വർക്ക് ഒരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തിൽ ട്രീറ്റ്മെന്റിന് ഈ സിസ്റ്റം ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ രോഗം മാറുക എന്ന് പറയുന്ന പ്രക്രിയ, എന്ന് പറയുന്ന ഒരു അത്ഭുതം, ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു അത്ഭുതം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചോദിക്കാം. പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എല്ലാ രോഗങ്ങൾക്കും പിന്നെ മരുന്നുണ്ട്, മരണമില്ലാത്ത എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്.
പിന്നെ പകർച്ചവ്യാധിയുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത് എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ പിന്നെ സിസ്റ്റം, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ഇത് പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. മരുന്നുണ്ടെന്ന് ഇപ്പൊ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണെന്നൊക്കെയാണ് ഒരു ചോദ്യം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ പ്രവാചകന്റെ പല വചനങ്ങളിലും നമുക്ക് രോഗങ്ങൾക്ക് മരുന്നുണ്ടെന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അല്ലാതെ ഇപ്പൊ സാറ് പറഞ്ഞ പോലത്തെ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനുള്ള ഒരു പ്രതിവിധി ഉണ്ടെന്നല്ല. അത് ഓക്കെ, ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റ ചോദ്യം ഉത്തരം പറഞ്ഞ് മാത്രം പറയാം. ഞാൻ അറബിയിൽ വല്ല പണ്ഡിതനൊന്നുമല്ല. ലിക്കുല്ലി ദായിൻ ദവ എന്നാ നിങ്ങൾ പറഞ്ഞത് ആദ്യ നബി വചനം. ഈ നബി വചനത്തിൽ സമാനമായ വാക്കുകൾ നിങ്ങൾക്ക് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അഥവാ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. തിരുക്കുറൽ അഥവാ പഴയ കാലത്തുള്ള ഒരു ഫിലോസഫിക്കൽ ബുക്കാണ് തിരുക്കുറൽ, അതിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സമാനമായ വാക്കുകൾ ഈ ബുദ്ധമത വിശ്വാസികളുടെ മതഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് മതങ്ങളിൽ ഇതേ സമാനമായ വാക്ക് കാണാൻ കഴിയും. അല്ലെ, പ്രവാചകന്റെ വേറെ ഒരുപാട് വചനങ്ങൾ, ഒരു രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വചനമല്ല, ഒരുപാട് വചനങ്ങളുണ്ട്. മാ അൻസലല്ലാഹു ദാവൻ ഇല്ല അൻസലഹു ഷിഫാഅൻ, ഷിഫയില്ലാത്ത രോഗശമനമില്ലാത്ത രോഗവും ഇറക്കിയിട്ടില്ല. സെയിം വേർഡ് നിങ്ങൾക്ക് തിരുക്കുറളിൽ കാണാം. സെയിം വേർഡ്. മേ ബി നിങ്ങൾക്ക് തോന്നാം ട്രാൻസ്ലേഷൻ ആണോ അത് തോന്നാം. ഇത്ര സാമ്യമുള്ള വാക്കുകൾ കാണാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാണെന്ന് നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾ അറിവില്ലായ്മയാണ്. അല്ലെ, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും രോഗശമനമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മരുന്നിൽ രോഗശമനമുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നിടത്ത് അവിടത്തേക്കാണ് പോകേണ്ടത്. ഓരോ ആളുകളുടെയും അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറയുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഇലക്ട്രിക് നെറ്റ്വർക്ക് പോലെയുള്ള ഒരു സിസ്റ്റം മനുഷ്യ ശരീരത്തിലുണ്ട്. ഇതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സകല രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് അക്യുപങ്ക്ചർ എന്നുള്ളത്. ഇത് പുതിയ കണ്ടെത്തലൊന്നുമല്ല. പുതിയ കണ്ടെത്തലാണോ? പുതിയ കണ്ടെത്തലല്ല. ഏതോ കാലം മുതൽ ഭൂമിയിലുള്ള കണ്ടെത്തലാണ്, മനുഷ്യർ ഉപയോഗപ്പെടുത്തിയ കണ്ടെത്തലാണ്. ഈ കണ്ടെത്തലിനെ ഇപ്പോഴും റിസർച്ചിന് വിധേയമാക്കുന്നുണ്ട്. ഈ റിസർച്ചിലൂടെയൊക്കെ നടത്തിയ പുതിയ പുതിയ കണ്ടെത്തലുകൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു പഠനം എന്നുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പഠനം എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ലേണിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ പഠിച്ചു വെച്ച ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ഈ ഇൻഫോർമേഷനൊക്കെ മെല്ലെ നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം, ആദ്യം ഒഴിവാക്കണം. അത്ര എളുപ്പം സാധിക്കില്ല, ആദ്യം ഒഴിവാക്കണം. ഇപ്പോ റോങ്ലി എഡ്യൂക്കേറ്റ് ആയ ഒരാളെ പിന്നെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ലക്ഷ്യം പ്രയാസം ഉണ്ടാവും. ശരിയായ വിദ്യാഭ്യാസം ഒന്നും കിട്ടാത്ത ഒരാളെ വേഗം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കാരണം അയാളെ മൈൻഡിൽ ബ്ലാങ്ക് ആണ്, വേഗം അയാൾക്ക് ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അതേ സമയത്ത് ഒരു സംഗതി തെറ്റായി മനസ്സിലാക്കിയ ഒരാളെ അയാളെ കാര്യം മനസ്സിലാക്കാൻ അല്പം പ്രയാസമായിരിക്കും. കാരണം അയാൾക്കത് ആദ്യം മനസ്സിലാക്കിയത് അയാളെ രണ്ടാമത് വരുന്ന ഇൻഫോർമേഷൻ എപ്പോഴും അയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇടങ്ങറായിക്കൊണ്ടേയിരിക്കും. മരുന്ന് കഴിച്ചാൽ മാത്രമേ രോഗം മാറുള്ളൂ എന്ന് പ്രവാചകൻ കാണിക്കാൻ കഴിയുമോ? മരുന്ന് കഴിക്കാതെ രോഗം മാറില്ല എന്ന വചനം കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പുസ്തകത്തിലും ഒരു ഫിലോസഫിക്കൽ പുസ്തകങ്ങളിലും ഒരു മതഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ അക്യുപങ്ക്ചർ എന്നുള്ളത് ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ഇത് പരിഹാരമാണ് എന്ന് ഞാൻ വെർബലി പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ ഉത്തരം പറയാ? ആണോ എന്ന് ചോദിച്ചാല് നിങ്ങൾ കോഴിക്കോട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാ? അല്ല. അല്ലേ എന്ന് ചോദിച്ചാലോ? നമ്മുടെ മൈൻഡിൽ ആദ്യമേ നമ്മൾ സെറ്റാക്കിയ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഒരു മൊഡ്യൂൾ, ഒരു സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ, ഒരു മൊറാലിറ്റി പോലെ. ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും, വേണ്ടേന്ന് ചോദിച്ചാലോ വേണ്ടെന്ന് പറയും. സോ ഇത് നമ്മൾ ഇതേപോലെ ഓരോ ചോദ്യങ്ങളെയും നമ്മൾ സ്വന്തമായി ചിന്തിക്കാതെ ചോദ്യം ചോദിക്കുന്ന ട്യൂണിനനുസരിച്ച് ഉത്തരം പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് ചിന്തിക്കാതെ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്തൊരു മനോഭാവം നമുക്കുണ്ട്. ഈ മനോഭാവത്തിന് പൂർണ്ണമായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ഓരോ ക്ലാസ്സിലും, ഇപ്പം പനിക്ക് മരുന്ന് വേണ്ട, സ്വയം മാറും, അല്ലെങ്കിൽ ജലദോഷം, ചുമ, തുമ്മൽ, ശ്വാസം മുട്ടൽ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു. അതിന് മൊത്തം ചികിത്സയൊന്നും പഠിപ്പിച്ചൊന്നുമില്ല, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾ ക്ലാസ്സിൽ എടുത്തിട്ട് അയാൾ പറഞ്ഞ ശരിയായിരിക്കും,
സുനിൽ സാർ പറഞ്ഞ സാറല്ലേ, അപ്പോൾ സുനിൽ സാറൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ലോ, അപ്പൊ മിക്കവാറും അത് കളവാൻ സാധ്യതയില്ല. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ലേണിംഗ്. അതിന് പകരം പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് റിയലൈസ് ചെയ്യുക, ഉറപ്പിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. എക്സ്പീരിയൻസ്ഡ് ലേണിംഗ്. ഇങ്ങനെ ഒരു ലേണിംഗ് ഉണ്ടാകുമ്പോഴാണ് പഠനത്തിന്റെ യഥാർത്ഥ സത്ത ഉൾക്കൊണ്ട ഒരു നല്ല പഠിതാവായി, ഒരു നല്ല ഒരു അക്യുപങ്ക്ചറിസ്റ്റായി സമൂഹത്തിനും അല്ലെ, ഒരു വ്യക്തി, അയാളുടെ ബന്ധു, അയാളുടെ കുടുംബം, അയാളുടെ ഇങ്ങനെ നമ്മൾ മനുഷ്യർ ഒരുപാട് ആളുകളുമായി കണക്റ്റഡ് ആണ് അല്ലെ, ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പം സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചികിത്സയും മാറുന്ന ഒരു നല്ല അക്യുപങ്ക്ചറിസ്റ്റായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ആകെ വേണ്ടത്രേ ഉള്ളൂ, യു ഷുഡ് ബി ഹോണസ്റ്റ്. അങ്ങനെ നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു പഠിതാവായി നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും സമൂഹത്തിന് പ്രയോജനമുള്ള നല്ലൊരു അക്യുപങ്ക്ചറിസ്റ്റായി നിങ്ങൾക്ക് മാറാനുള്ള സൗകര്യം അക്കാഡമി ട്രെയിനിങ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇങ്ങനെ സംഗതി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ലോക രഹസ്യമായി സൂക്ഷിക്കുന്നതിന് പകരം ആളുകൾ പരിഹസിക്കുന്നതും വകവെക്കാതെ തുറന്നു പറഞ്ഞോളൂ. ആരെയും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. ആ തുറന്നു പറയുമ്പോൾ ഒന്നും ഇയാൾ എന്നെ കളിയാക്കുമായിരിക്കും, ഞാനിനിപ്പോ ഇയാളെ മുഖത്തെങ്ങനെ നോക്കും, അയാൾ ഇനി എങ്ങനെ എന്നെ കാണുക, ഇങ്ങനൊന്നും നിങ്ങൾ ആലോചിക്കാതെ ഹോണസ്റ്റായി തുറന്ന് പറയുക, തുറന്ന് പഠിക്കുക, മനസ്സ് തുറന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ നല്ലൊരു അക്യുപങ്ക്ചറിസ്റ്റ് ആവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ഓണർ അബ്ദുറഹ്മാൻ മാസ്റ്റർ രണ്ട് വാക്കുകൾ ആശംസ അറിയിക്കുന്നു. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തികച്ചും യാദൃച്ഛികമായാണ് ഒരു ആശംസകൻ എന്ന നിലയിൽ മുമ്പിൽ നിൽക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഡാഷിലിരിക്കുന്ന മാന്യ വ്യക്തികളെ അധികം പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല. തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചെറിയ സാമൂഹ്യ പ്രവർത്തകനാണ്. സ്വദേശം കൊടിയത്തൂർ. കേരള മിനിമം വേജ് അഡ്വൈസറി ബോർഡിലും അതുപോലെ ESI കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള റീജിയണൽ ബോർഡിലും അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ബിസിനസ്സുകാരനാണ്. ഈ ശാഖ, ഈ ചികിത്സാ ശാഖയെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എങ്കിലും സുനീർ സാഹിബുമായിട്ട് ഒരു 1.5 വർഷമായിട്ട് പരിചയമുണ്ട്. പലപ്പോഴൊക്കെ വരും. ഇതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ കയറിയിരിക്കാൻ അവസരം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് തിരക്കായിരിക്കും, എനിക്കും തിരക്കായിരിക്കും. അതുകൊണ്ട് ഇപ്പോ ഇതിനകത്ത് കയറിയിരുന്നപ്പോ അരമണിക്കൂർ കൊണ്ട് ഒരു ചെറിയ വിശദീകരണം ഈ ചികിത്സാ രീതിയെക്കുറിച്ച് എനിക്ക് ലഭിക്കാനിടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ തുടങ്ങുന്ന ഈ സംരംഭം നേരത്തെ ക്ലാസ്സുകളുള്ളതാണ്. കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്നവർക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഇപ്പോൾ പുതിയ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായിരുന്നാലും വളരെ സന്തോഷകരമാണ്. ഈ അക്യുപഞ്ചർ ചികിത്സാ രീതി നടക്കുന്ന അഭിവൃദ്ധിപ്പെടട്ടെ. രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമല്ലാത്ത, എളുപ്പത്തിൽ വലിയ മരുന്നും അലർജി ഒന്നും ഉണ്ടാവാത്ത രൂപത്തിൽ പോകുന്ന ഒരു ചികിത്സാ രീതിയാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതലെ കുറിച്ച് അറിയാനും പഠിക്കാൻ ഞാനും അവസരം കാണും. നിങ്ങൾക്ക് സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. നിങ്ങൾക്കിത് പഠിക്കാനും അത് നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുമാറ് ഉപയോഗപ്പെടുത്താനും
നിങ്ങൾക്ക് സാധിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചു കൊടുത്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, താങ്ക് യു. അസ്സലാമു അടുത്ത ചെറിയൊരു പാട്ട് ശ്രീഗീത എസ് രവീന്ദ്രൻ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡന്റ് ആണ്. അടുത്തായിട്ട് നമ്മുടെ അബ്ദുൽ കബീർ സാർ, അക്യൂഷ് അഗ്രികൾച്ചർ അക്കാദമി അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇളകിയിരിക്കണം. കുറെ നേരം ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇരുന്നിട്ട് ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവർക്കും അക്യൂഷ് ഫാമിലിയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ നേരത്തെ നിയാർ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഈ യാത്ര നമ്മൾ ഇന്നലെ തുടങ്ങിയ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ആരംഭിച്ച ഒരു യാത്രയല്ല. വളരെ മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു സംഘത്തിന്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അക്യുപങ്ചർ എന്ന വാക്ക് നമ്മളിൽ പലരും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ പഴക്കം നേരത്തെ ഷെയ്ബ് സാർ സൂചിപ്പിച്ചു. ഒരുപാട് പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ. 5000 വർഷത്തോളം പഴക്കമുണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സിന്, ലിഖിതമായ രേഖകൾക്ക് തന്നെ 5000 വർഷത്തിലധികം പഴക്കമുണ്ട്. അപ്പൊ 5000 വർഷം മുമ്പ് പെട്ടെന്നുണ്ടായ ഒന്നായിരിക്കും? അല്ല, ആ സമയത്ത് ക്രോഡീകരിക്കുന്നതാണ്. അപ്പൊ അതിനും വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒന്നാണ്. ഇതിന്റെ ഫിലോസഫി നമ്മൾ നിലവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും ബന്ധമുള്ളതല്ല. ഇപ്പൊ നിലവില് നമ്മുടെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇപ്പോ 9ഓളം ക്ലാസ്സുകൾ നമ്മളിത് കഴിഞ്ഞു. എല്ലാവരും കേട്ടതാണല്ലോ. നമ്മൾ കുറെ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ, ഒരുതരം കൺഫ്യൂഷൻ, ഡിസ്റ്റർബൻസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് വിവരങ്ങളുണ്ട്. നമ്മൾ ലേൺ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളെ നമ്മൾ ഒന്ന് അൺലേൺ ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായുള്ള ഒരുപാട് അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നുപോകും. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചൊരു കാര്യം, നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ, പത്രങ്ങളിലൂടെ, മാസികകളിലൂടെ, ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന കുറേ അറിവുകൾ, ഈ അറിവുകളിലുള്ള പതിരുകൾ
എന്താണ് എന്നുള്ളത് നമ്മൾ അനുഭവത്തിന്റെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിരന്തരം വെള്ളം കുടിക്കും, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, എത്ര വെള്ളം കുടിക്കുന്നോ അത്രയും നല്ലതാണ്, ശരീരം അതിനനുസരിച്ച് ക്ലീൻ ആവും എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലുണ്ടോ, മൂത്രക്കടച്ചിലുണ്ടോ, ഇതിനൊക്കെ നമ്മൾ എന്തിനെ പറയാം, വെള്ളം കുടിക്കാനാണ് സാധാരണ പറയാറുള്ളത്. അപ്പോ സാധാരണ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനാവശ്യമായിട്ടുള്ള, നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ലാത്ത, ഉദാഹരണത്തിന് ശരീരത്തിനൊരു ഭാഷയുണ്ട്, ഒരു ലാംഗ്വേജ് ഉണ്ട്. ദാഹമുണ്ടെങ്കിൽ നമുക്ക് അല്ലെ വെള്ളം കുടിക്കണം എന്നുള്ള ഫീലിംഗ് അതുണ്ടായിരിക്കും. വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഇപ്പൊ ഭക്ഷണം നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക, ക്ഷീണം ഉണ്ടാവും അല്ലെ. കുറെ സമയം നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയാണ് സാധാരണ ഇരിക്കുക. കുറെ സമയം ഇരുന്ന് കഴിഞ്ഞാലോ ഇതേപോലെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അതാണ് നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അതല്ലാതെ ഒരു നിശ്ചിത സംഗതി ചെയ്തു കഴിഞ്ഞാൽ അതിന് നിരന്തരം ആ ഒരു ഗുണം എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടുമെന്നൊരു സംഗതി ഇല്ല. നിരന്തരം ഉറങ്ങിയാൽ നമുക്ക് ക്ഷീണമല്ല ഉണ്ടാവുക. ക്ഷീണം ഉണ്ടായാൽ നമുക്ക് എന്താ വേണ്ടത്, ഉറക്കമാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ താളം, അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ താളത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന വളരെ പഴക്കമുള്ള, വളരെ പാരമ്പര്യമുള്ള ഒരു ചികിത്സാ ശാസ്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നിലവിൽ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെ വെച്ച്, അതിന്റെ അളവുകോലുകളെ വെച്ച് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതിയെ നമ്മൾ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺഫ്യൂഷനിലാവും. അപ്പോൾ ഒരു ഒഴിഞ്ഞ പാത്രങ്ങളായിട്ട് വേണം യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളൊരു കാര്യത്തിൽ സംശയിക്കാൻ പാടില്ല എന്നോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങളെയും ഒക്കെ തീർത്തു തരാൻ നമ്മുടെ അധ്യാപകര് ഏത് സമയത്തും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സന്നദ്ധരാണ്. അതേപോലെ തന്നെ കൂടുതൽ ചോദിക്കുന്നത് ആരാണോ അവർക്കാണ് കൂടുതൽ അറിയാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. പിന്നെ ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവമാണ്. യഥാർത്ഥത്തിൽ ചികിത്സ തുടങ്ങി ഇപ്പൊ നിങ്ങളുടെ 6 മാസത്തെ കഴിയുമ്പോഴേക്കും, ഒരു വർഷത്തെ കോഴ്സിനിടയിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇനി നീഡിൽ ചെയ്യാനൊക്കെ തുടങ്ങും. ക്ലാസ് ഒരു നിശ്ചിത ഘട്ടം കഴിയുന്ന സമയത്ത് നിങ്ങൾ നീഡിൽ ചെയ്യാൻ തുടങ്ങും. ഈ നീഡിൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വളരെ അസ്വസ്ഥതകളുമായിട്ട് ബുദ്ധിമുട്ടുകളുമായി വന്ന ഒരാള് നിങ്ങളുടെ ഒരൊറ്റ നീഡിലിങ്ങിൽ, നിങ്ങൾ അക്യുപഞ്ചർ മുഴുവൻ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു നീഡിലിങ്ങിൽ അവർക്ക് കിട്ടുന്ന സുഖം, ആശ്വാസം അവര് പിന്നീട് വിളിച്ചറിയിക്കുമ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവുക. അതെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ ലഭിക്കും. ഒരുപാട് കാലമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ നമ്മളോട് വിളിച്ചു പറയും, ഞാനിപ്പോ നിങ്ങൾ ഇന്നലെ നീഡിൽ ചെയ്തതിന് ശേഷം, ഞാൻ ആദ്യമായിട്ട് ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം 4-5 വർഷത്തിന് ശേഷം ആദ്യമായി ഉറങ്ങിയെന്ന് എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോ ഇതേപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ചികിത്സ എന്നും ഇത് എത്രമാത്രം ഇഫക്റ്റീവാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഈ ഒരു സംഘം എന്ന് പറയുന്നത് ഇവിടെ ഈ മുക്കത്തുള്ള ഒരു 25 പേര് ചേർന്നൊരു സംഗതിയല്ലല്ലോ. കേരളത്തിൽ തന്നെ 9ഓളം അക്യുപഞ്ചർ അക്കാദമികൾ അക്യുഷന്റെ കീഴിൽ മാത്രമുണ്ട്. കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലായിട്ട് 9 അക്കാദമികളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഹൈദരാബാദിലൊക്കെ ഹിന്ദി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. 14ാമത്തെ ബാച്ചാണ്. അപ്പോൾ ഓരോ ബാച്ചിലും 200-ലധികം കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു വലിയ സംഘത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ആളുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളും ഇനി നമുക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ടീമിന്റെ കൂടെയാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏത് സമയത്തും സംശയങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ജാഗ്രത, ആ ഒരു ശ്രദ്ധ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ ക്ലാസ്സുകളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ യൂട്യൂബിൽ വന്ന ക്ലാസ്സുകൾ, ഈ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ക്ലാസിന്റെ നോട്ട്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ ലൈവ് സെഷനുകളായിരിക്കും ഇതുപോലെയുള്ള. ആ ക്ലാസ്സുകളുടെ പിന്നീടൊന്ന് യൂട്യൂബിൽ കേൾക്കാനോ എന്നിട്ട് അത് നോക്കിയിട്ട് നോട്ട് തയ്യാറാക്കാനോ നമുക്ക് അവസരം ഉണ്ടാവില്ല. അപ്പൊ ക്ലാസിന്റെ സമയത്താണെങ്കിൽ പുസ്തകം എടുത്ത് എഴുതുന്ന ഒരു സിസ്റ്റം നിലവിൽ അക്യുഷന് ഇല്ല. ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം ആണ് സ്വയം നോട്ട് തയ്യാറാക്കുക. ആ ഒരു കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. അധ്യാപകർ പറയുന്ന ഒരു കാര്യം അത് വളരെ കണിശമായി ശ്രദ്ധയോടുകൂടി നിങ്ങൾ
പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കോഴ്സിന്റെ അവസാനമാകുമ്പോഴേക്കും ഏറ്റവും നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ആ നിലയിൽ അക്കാദമികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നിങ്ങളുടെ അടുത്ത്, ഒരു ജാഗ്രത നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. എല്ലാവർക്കും അക്വിഷിന്റെ ഈ ഒരു ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വരുന്ന ഒരു വർഷത്തെ പഠനം അതിനെ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ഓരോ സമയത്തെയും ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു ക്ലാസ്സും ഞാൻ മിസ്സാക്കുകയില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഈ കോഴ്സ് തെരഞ്ഞെടുത്തതിന് അഭിനന്ദനങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. രണ്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരനുഭവം ഞാൻ അക്യുപഞ്ചർ പഠിക്കുന്നതിന് മുമ്പുള്ള ഒരനുഭവമാണ്. ഒരനുഭവം അക്യുപഞ്ചർ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവം. പഠിക്കുന്നതിന് മുമ്പുണ്ടായ അനുഭവം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപ്പാക്ക് ഷുഗറാണ്. ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്നത് ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇൻസുലിൻ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. 2-3 ഒരു ദിവസം 2-3 നേരമൊക്കെ ഇൻസുലിൻ എടുക്കുന്ന സ്വഭാവത്തിലായിരുന്നു ഉണ്ടായത്. പിന്നെ ഉപ്പ വീണ്ടും ഗൾഫിലേക്ക് പോകും, വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരും, വീണ്ടും ഇതേ സംഗതി തന്നെയാണ് പിന്നെയും കാണാനുണ്ടാവും. ഇങ്ങനെ കണ്ടാണ് വളർന്നു വരുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് 2 മാസം കഴിഞ്ഞ് ഉപ്പ തിരിച്ചു പോകുന്ന സമയത്ത് ഉമ്മാക്കൊരു ചെറിയ കലാപരിപാടി ഉണ്ട്. ഉമ്മ ഈ വെച്ച സിറിഞ്ചുകളുണ്ടല്ലോ, ഇതൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ട് ഉണ്ടാവും. ഉപ്പ പോയതിനു ശേഷം ഇത് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം എപ്പോഴും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം. അപ്പോൾ പിന്നീട് ഇങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിലൊക്കെ ഉപ്പാന്റെ ഈ അസുഖം വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഉപ്പ ഗൾഫിൽ നിന്ന് പിന്നെ ഒഴിവാക്കി വരുന്നത് ഉപ്പാന്റെ കാല് തളർന്നിട്ടാണ്, നടക്കാൻ കഴിയുന്നില്ല, തരിപ്പ്, കാല് കുഴഞ്ഞ പോലെ. അങ്ങനെ ഗൾഫ് നിർത്തി നാട്ടിൽ വന്നു. പിന്നെ പ്രകൃതി ചികിത്സയിലൊക്കെ പോയിട്ടാണ് പിന്നെ ആ കാല് ശരിയായത്. പിന്നെയും അപ്പോഴൊക്കെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഈ മരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീട് ഉപ്പാക്ക് പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മരുന്ന് വേറെ ഉണ്ട്. പിന്നെ കണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂടാൻ തുടങ്ങി. അപ്പോൾ അത് കോയമ്പത്തൂർ പോയിട്ട് ലേസർ ചികിത്സ ചെയ്തത് കുറച്ചു നേരം പോയി പിന്നെ മൂടി ഇങ്ങനെ വരുന്ന സ്വഭാവത്തിലേക്ക് വന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മരുന്നുകളാണ്. ഒരു ബോക്സ് തന്നെ ഉണ്ട് ഉപ്പാക്ക്, ഒരു സെറ്റ് ഓഫ് ബോക്സ്, മരുന്നുകളുടെ ഒരു ബോക്സ് വീട്ടിലുണ്ട്. ഇതെടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കുക. അതിൽ തന്നെ ഉപ്പാക്ക് ചെറിയ മുറിവൊക്കെ ഉണ്ടാവും. ഉപ്പ തന്നെ മുറിവൊക്കെ ക്ലീനാക്കി അതിനുള്ള കുറച്ച് ഉപകരണങ്ങളും പഞ്ഞിയും ഇതൊക്കെ ഉപ്പാന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാക്ക് ചെറുതായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പൊ പിന്നെ അതുമായി ബന്ധപ്പെട്ട മരുന്ന് വേറെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പോയി കഴിഞ്ഞപ്പോൾ ഉപ്പാന്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായി. ആ മുറിവ് ഒരു കറുത്ത മുറിവ് പോലെ വന്നു. പിന്നെ അത് വിരലിൽ കയറി വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മുറിച്ച് കളയണം. പിന്നെയും അത് പഴുത്ത് മുകളിലേക്ക് കയറി വന്നു. അത് മടമ്പിന്റെ ആ ഭാഗം വരെ ഉപ്പാന്റെ കാല് മുറിച്ച് മാറ്റി എറണാകുളത്ത് ഡേവിഡ്സിന്റെ ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലാണ് മുറിച്ച് മാറ്റിയത്. ആ സമയത്ത് വീണ്ടും അറ്റാക്ക് ഉണ്ടായി. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോൾ നേരെ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവന്നു. അവിടുന്ന് അവിടെ പോയാൽ അറിയാലോ, ഭയങ്കര പേടിപ്പിക്കലോ. അതിൻ്റെ ഉള്ളിൽ ICUലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ബേജാറാണ്. അപ്പോൾ ഇവര് ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ഇഞ്ചക്ഷൻ കൊടുക്കണം, എന്നാലാണ് ഉപ്പാനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഉമ്മയാണ് പിന്നെ കൂടെ ഉള്ളത്. ഉമ്മ അപ്പോൾ ഇതിന് ഡൗട്ടായി. അപ്പോൾ പിന്നീട് വന്ന് പറഞ്ഞു ആ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര ഡോസ് കൂടിയതാണ്. ഇപ്പോൾ കാല് മുറിച്ച സംഭവമായതുകൊണ്ട് മൂക്കിൽ നിന്ന് വരെ ബ്ലഡ് വരാൻ സാധ്യതയുള്ള മരുന്നായതുകൊണ്ട് കാല് മുറിച്ചതുകൊണ്ട് അത് പ്രശ്നമാണ്, കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി ഉമ്മ അവിടെ സൈഡായി തന്നെ പറയാം. അപ്പൊ ഇതേപോലുള്ള ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ. പിന്നെ ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5.5 വർഷമായി.
പക്ഷെ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇപ്പൊ ഇത്രയും പ്രയാസങ്ങൾ ഇപ്പൊ അനുഭവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരന്തരമായ മരുന്ന് ഉപയോഗം കൊണ്ടായിരുന്നു എന്നുള്ളത് അന്നേ തിരിച്ചറിയുന്നു. അന്ന് തിരിച്ചറിയാനുള്ള കാരണം അന്നത്തെ ഡോക്ടേഴ്സ് മരുന്നുകൾ എഴുതി മാറിയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിനെ നമ്മളെ വിളിപ്പിക്കും. എന്നിട്ട് പിന്നെ പറയും ഇന്ന മരുന്ന് നിങ്ങൾക്ക് ഉപ്പാക്ക് കേടാണ്, പക്ഷെ അത് കൊടുക്കല്ലാതെ നിർവാഹമില്ല എന്ന് അന്നത്തെ ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് വേറെ സൊല്യൂഷൻ ഇല്ല, ഇത് കൊടുക്കല്ലാതെ നിർവാഹമില്ല. അപ്പൊ അത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അന്ന് മുതലേ എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കരുത്, ഇതൊന്നും നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ് അന്നേ എനിക്കുണ്ടായിരുന്നു അക്യുപഞ്ചർ പഠിക്കുന്നതിന് മുമ്പ്. പക്ഷെ അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു മരുന്നാണ് ശരിക്കും ഈ ഒരു ഉപ്പാന്റെ ഈ ദുരിതമായിട്ടുള്ള ജീവിതത്തിന് കാരണം എന്ന് ബോധ്യപ്പെടുന്നത് അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷം. അപ്പൊ ഇതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. ഈ അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ മോള് ഉണ്ടാവുന്നത്. അപ്പൊ അത് വീട്ടിൽ വെച്ചായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് പ്രസവം അറ്റൻഡ് ചെയ്തത്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറയാനുള്ള കാര്യം, ആദ്യത്തെ മോളുണ്ടായപ്പോൾ അത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അന്ന് അക്യുപഞ്ചർ പഠിച്ച് തുടങ്ങുന്ന കാലഘട്ടം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ഇതെന്താ പറയുക, ഈ പിന്നെ ഇതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ പുറത്തു നിന്നിട്ടൊരു ടെൻഷൻ അനുഭവിക്കില്ല. ആദ്യത്തെ പ്രത്യേകിച്ച് അറിയുന്നുണ്ടാവില്ല. ഭയങ്കര ടെൻഷനാണ്, ഉള്ളിലുണ്ടാവും, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ള ഭയങ്കര പ്രാർത്ഥനകൾ, പ്രയാസങ്ങൾ, ടെൻഷനാണ്. പിന്നെ അത് കൂടാതെ നഴ്സുമാർ വന്നിട്ട് പേടിപ്പിക്കുകയും ചെയ്യും. രക്തം വേണം, ആ ബ്ലഡുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾ എന്താ നോക്കിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നാടകമാണല്ലോ അവിടെ. അപ്പോൾ അത് ആ ഒരു ടെൻഷൻ വേറെ ഉണ്ടാവും. ഇങ്ങനെ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു പ്രസവം അക്യുപഞ്ചർ പഠിച്ചതോടുകൂടി തീരുമാനം എടുത്തിരുന്നു, ഞാനാണ് ഇനിയൊരു പ്രസവം ഉണ്ടായാൽ ഞാൻ തന്നെയാണ് കുട്ടിയെടുക്കുക എന്നുള്ള തീരുമാനം ആദ്യം ഉണ്ടായതാണ്. പക്ഷെ ആ ഇതിനോടടുത്ത് ഡേറ്റിനോടടുത്ത് വന്നപ്പോഴും ഒരു വിധത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഞാനാണ് എടുക്കാൻ ആദ്യത്തെ ടെൻഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം ഞാനല്ല എടുക്കാൻ പോണത്, ഡോക്ടേഴ്സ് എടുത്തോളും, നമുക്കൊരു വഴിയില്ല, പുറത്തുനിന്നാൽ മതി. പക്ഷെ അന്നുണ്ടായിരുന്ന ആ ടെൻഷനും ഞാനാണ് എടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അക്യുപഞ്ചർ പഠിച്ചു എന്നുള്ളത് തന്നെ. നമ്മുടെ ശരീരത്തെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് വന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഗതിയുണ്ട്. ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ രോഗഭയം ഉണ്ടാവില്ല. ഒരു രോഗത്തെ നിങ്ങൾ പേടിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് രോഗഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, കൊറോണന്റെ കാര്യം, ഒന്ന് തുമ്മിയാൽ പോലും തിരിഞ്ഞു നോക്കും, ആകെ പേടിയാണ്, തുമ്മാൻ വരെ പേടിയാണ്. അപ്പൊ ഇത്രയും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ആക്യുപഞ്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ഈ രോഗങ്ങളൊക്കെ മാറ്റുന്നത്. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്നും കഴിയില്ല, മനുഷ്യനൊന്നിനും കഴിയാത്ത ഒരു ജീവിയാണ്. മറ്റു മൃഗങ്ങൾക്കൊക്കെ പരിക്ക് പറ്റിയാലും ഒക്കെ എങ്ങനെയെങ്കിലും മാറിപ്പോകും. പക്ഷെ മനുഷ്യനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചാലേ അത് മാറൂ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് നമ്മളെ മനുഷ്യ ശരീരത്തിനൊന്നും കഴിവൊന്നുമില്ല, അത്രയും പാവം പിടിച്ച സാധനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ? ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിലാണ് ഖുർആൻ വചനം, ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ വാക്സിൻ കൊടുക്കണം. അപ്പൊ എന്തിനായിരിക്കും? ഏറ്റവും ഉത്കൃഷ്ടമായി ജനിപ്പിച്ച് സൃഷ്ടിച്ച ഒരു ജീവിക്ക് പ്രതിരോധ ശേഷി മാത്രം കുറച്ചിട്ട് ഭൂമിയിലേക്ക് അയക്കും. അപ്പോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ് നമുക്കുള്ളതെന്നും ഈ ശരീരത്തിൽ രോഗം മാറ്റാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്നും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായി പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ പഠിച്ച് ഇതിന്റെ രോഗഭയമൊക്കെ പോയി നല്ല അക്യുപഞ്ചറിസ്റ്റുകളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇനാഗുറൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വാട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് മുദ്രാജ് മുഹമ്മദ് മുദ്രാജിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ടർക്കിഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ 14ാമത്തെ ബാച്ചിന്റെ ഇനാഗ്രേഷൻ സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലെത്തിയ ഷുഹൈബ് സാറ്, അതേപോലെ നിയാർ സാറ്, അക്രം സാറ്, അതേപോലെ ഞങ്ങളുടെ കൂടെ പഠിച്ച ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻറ്റ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുതിയ ബാച്ചിലേക്ക് എത്തിയ ആളുകൾ, ഇപ്പോൾ ഒരുപാട് അറിവുകൾ സുനീർ സാറ്, അതേപോലെ ഷുഹൈബ് സാറ്, നമ്മളെ ടീച്ചേഴ്സൊക്കെ നമുക്ക് തന്നു. അക്യുപങ്ചർ എന്താണ് എന്നുള്ള ഒരു അവബോധം മൊത്തത്തിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അക്യുപങ്ചർ പഠിക്കാനുണ്ടായ ചെറിയ 2 കാരണങ്ങൾ പറയാം. ഒന്ന്, സാധാരണ നമ്മളൊക്കെ പിന്തുടർന്ന് പോകുന്ന ഒരു പാത, അതായത് 10ാം ക്ലാസ് കഴിയുമ്പോൾ +2 പഠിക്കും, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കുക, ഡിഗ്രി പഠിച്ചിട്ട് ഒരു PG എടുക്കുക, എന്നിട്ട് സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി എന്നാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പിന്തുടർന്ന് പോകുന്ന ഒരു പാത. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. അല്ലെങ്കിൽ കാരണം ഇന്നൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴോട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ബിടെക്കാരന്റെ തലയിൽ, അല്ലെങ്കിൽ ഒരു MBA-കാരന്റെ തലയിൽ, അതും അല്ലെങ്കിൽ ഒരു ബംഗാളിന്റെ തലയിലാണ് പോയി കൂടുക. അപ്പൊ അത്രയും ആളുകൾ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എത്രത്തോളം സ്കില്ലുണ്ടോ അതിനനുസരിച്ച് ജോലി കിട്ടുന്ന, സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പ്രൊഫഷൻ, വെറും പ്രൊഫഷൻ ആയാൽ പോരാ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഡിഗ്രി പഠിക്കാൻ തീരെ താല്പര്യമില്ല. അങ്ങനെയാണ് പല കോഴ്സുകളും അന്വേഷിച്ച സമയത്ത് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അതായത് വയറുവേദന. അത് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വല്ലാത്ത ഒരു വേദനയുള്ള അവസ്ഥ, അത് പുറേന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ആ സമയത്താണ് എൻ്റെ റിലേഷനിൽ ഒരു അക്യുപങ്ചറിസ്റ്റ് ഉണ്ട്. അവർ വീട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒരു ടച്ച് കൊണ്ട് ഞാൻ 3-4 ദിവസം അനുഭവിച്ചൊരു വേദന സ്പോട്ടിൽ മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അക്യുപങ്ചർ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. പക്ഷെ അക്യുപങ്ചർ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അന്വേഷിച്ചു. അങ്ങനെ അവസാനമാണ് സുനീർ സാറത്ത് എത്തിയത്. അൽഹംദുലില്ലാ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇവിടെ പഠിച്ച ആളുകളും അതേപോലെ പഠിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു സന്തോഷമുള്ളത് സുനീർ സാറിന്റെ അടുത്ത് പഠിക്കുക എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ സാറ് സ്റ്റുഡന്റ് ആയിട്ട് മാറുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ ആരോഗ്യ പാഠശാല എന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ തന്നെ പല ആളുകൾക്കും അറിയാം സാർ എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത്. അതിൽ സാർക്ക് എത്രത്തോളം അറിവുകളുണ്ടോ അതിന്റെ മാക്സിമം നമുക്ക് സ്റ്റുഡൻസിന് തരാൻ സാറെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതും. അപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരു പ്രതീക്ഷ ഉള്ളത് മറ്റെവിടുന്നൊക്കെ കിട്ടുന്നതിന്റെ ഇരട്ടി നിങ്ങൾക്ക് സുനീർ സാറിന്റെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതേപോലെ നമ്മൾ ഷുഹൈബ് സാറ്, ബാക്കിയുള്ള ടീച്ചേഴ്സ്, എല്ലാ ആളുകളും 100% ഈ ഒരു കാര്യത്തിൽ നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ഇനാഗുറേഷൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഷുഹൈബ് സാറ്, അക്രം സാറ്, അതേപോലെ നിയാർ സാറ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സ്റ്റുഡൻസിന്റെ ഇതില്ലേ ഫില്ല് ചെയ്ത് കഴിഞ്ഞില്ല, പരിപാടി കഴിഞ്ഞില്ലല്ലോ. പിന്നെയാണ് പരിപാടി കളിക്കണം. പരിപാടിയല്ല, ഒരു ഇനാഗുറൽ സെഷൻ മാത്രം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ, പരിപാടി തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മള് സ്റ്റുഡൻസിന് ഇതല്ലേ സ്റ്റുഡൻസ് മാത്രം ചെയ്താൽ മതി കേട്ടോ. കൊടുത്തോ? എല്ലാവരും സൈൻ ചെയ്തില്ലേ? ഓക്കെ. നസീം അഹമ്മദ് സെഞ്ചല, സൈഫുദ്ദീൻ, മുഹമ്മദ് യാസീൻ, നൗഫിയ, ഷൗഫീല, ഫർഹത്ത്, ഫരീദ, ഷമീജ, ആയിഷ ഫമീദ, അസ്ന, നിഷാന ഷരീഫ്, നഫീസ,